60,000-ത്തിലധികം വർഷങ്ങളായി ഒരു കൂട്ടം മനുഷ്യർ പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഒരു ദ്വീപിൽ ജീവിച്ചു വരികയാണ്. ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാനിൽ ഉൾപ്പെട്ട ദ്വീപാണ് സെന്റിനൽ. ഇതിനു തെക്കായി തെക്കൻ സെന്റിനൽ എന്ന ആൾപ്പാർപ്പില്ലാത്ത ദ്വീപും സ്ഥിതി ചെയ്യുന്നു. തെക്കൻ ആൻഡമാനിലെ വണ്ടൂർ പട്ടണത്തിൽ നിന്ന് 36 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ദ്വീപിനുണ്ട്. നിബിഡ വനം നിലനിൽക്കുന്ന ദ്വീപിലെ മനുഷ്യവാസം ആദ്യമായി കണ്ടെത്തിയത് ബ്രിട്ടീഷ് പര്യവേഷകനായ ജോൺ റിച്ചിയാണ്. 1880-ൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ മോറിസ് ബോട്ട്മാനാണ് ഇവിടെ ആദ്യമായി കാലുകുത്തിയത്. ദുരൂഹത നിറഞ്ഞ ഒരു ദ്വീപാണ് സെന്റിനൽ. കപ്പലുകൾക്ക് തീരത്തടുക്കാനാവാത്ത വിധം പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ഒരു മേഖല ദ്വീപിന് ചുറ്റുമുണ്ട്. ഗുഹാമനുഷ്യരെ പോലെ വേട്ടയാടി ചുട്ടുതിന്ന് ജീവിക്കുന്നവരാണ് ഈ ദ്വീപിലുള്ളത്. അപരിചിതമായ എന്തിനേയും ആരെയും അവർ ആക്രമിക്കും. തീരത്തടുക്കുമ്പോഴേക്കും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും നേരെ അമ്പെയ്യുന്നതാണ് ഇവരുടെ പ്രതിരോധ രീതി. അതുകൊണ്ട് തന്നെ ദ്വീപിലേക്ക് അടുക്കാൻ പോലും പുറത്തുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല. വിമാനങ്ങൾക്ക് നേരെ ഇവർ അമ്പെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയധികം അപകടകാരികളായ ദ്വീപവാസികളോട് സഹകരിച്ച ഒരേയൊരു ഇന്ത്യക്കാരൻ നരവംശശാസ്ത്രജ്ഞനായ TN പണ്ഡിറ്റാണ്. 2 തവണയാണ് അദ്ദേഹം ദ്വീപ് സന്ദർശിച്ചിട്ടുള്ളത്. ഇതിനായി അദ്ദേഹത്തെ സഹായിച്ചത് നാളികേരവും ഇരുമ്പ് കഷ്ണങ്ങളുമാണ്. ആൻഡമാനിൻ്റെ ഭാഗമാണെങ്കിലും ദ്വീപിൽ നാളികേരമില്ല. അതുകൊണ്ട് തന്നെ നാളികേരം നൽകി ദ്വീപ് നിവാസികളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പലപ്പോഴും വിജയിക്കാറുണ്ട്. ഇരുമ്പ് കഷ്ണങ്ങളിലും അവർക്ക് താൽപ്പര്യമുണ്ട്. പുതിയ അമ്പുകൾ ഉണ്ടാക്കാനായി അവർ ഈ ഇരുമ്പ് കഷ്ണങ്ങൾ ഉപയോഗിക്കാറുണ്ടാകാം.